ജനനായകൻ റിലീസ് വൈകുന്നു. വിജയ് നായകനായി എത്തുന്ന തമിഴ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി ലഭിക്കാത്തതിൽ ഏറെ നിരാശയിലാണ് ആരാധകർ. പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതോടെയാണ് കോടതി കയറേണ്ടി വന്നത്. സിനിമയ്ക്ക് നേരിട്ട സെൻസർ കുരുക്കുകൾ ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് വൈകിയത് കൊണ്ട് തമിഴ്നാട് തിയേറ്ററുകൾക്ക് 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ജനനായകന്റെ കാലതാമസം മൂലം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കാമെന്ന് ട്രേഡ് അനലിസ്റ്റ് രമേശ് ബാല ഇന്ത്യ ടുഡേക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിജയ് ചിത്രം ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടേണ്ടതായിരുന്നു. വിജയ് ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 150-200 കോടി രൂപയ്ക്ക് അടുത്ത് നേട്ടം ഉണ്ടാകാമായിരുന്നു. പൊങ്കലിന് റിലീസ് ചെയ്ത കാർത്തിയുടെ വാവാത്തിയാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതേസമയം ജീവയുടെ തലൈവർ തമ്പി തലൈവൽ തമിഴ്നാട്ടിൽ ഏകദേശം 300 കോടി രൂപ നേടി. പരാശക്തിയും റിലീസ് ചെയ്തതിനു ശേഷം ജനുവരിയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏകദേശം 85 കോടി രൂപ ലഭിച്ചു. ജനനായകന്റെ കാലതാമസം കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം 100 കോടി രൂപ നഷ്ടമായി. ജനനായകന്റെ കാലതാമസവും ചിത്രത്തിന്റെ റിലീസിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും കാരണം അടുത്ത കുറച്ചു മാസങ്ങളിലെ റിലീസ് ഷെഡ്യൂൾ താറുമാറായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനനായകൻ നിയമപരമായ തർക്കങ്ങൾ പരിഹരിച്ചാൽ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ കഴിയുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധ്യതയുള്ള സിനിമകളൊന്നുമില്ല. 15 കോടി രൂപ വരുമാനം നേടാൻ സാധ്യതയുള്ള ചെറിയ ബജറ്റ് ചിത്രങ്ങൾ മാത്രമേ അടുത്ത കുറച്ചു മാസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. ജനനായകൻ റിലീസ് ചെയ്താൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുകയും ടിക്കറ്റുകളിലൂടെയും ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയിലൂടെയും തിയേറ്ററുകൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും. എന്നിരുന്നാലും നിലവിലെ നിയമപരമായ സാഹചര്യത്തിൽ വിജയുടെ ചിത്രം എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വ്യക്തമല്ല. വിജയുടെ വെറും ഒരു ചിത്രം മാത്രമല്ല ജനനായകൻ. രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ്. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ.